ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ഫോർ ഹാപ്പി. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല ഈസി ആയിട്ടുള്ള പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി ഉണക്കിയെടുത്ത് നമ്മൾ പാലട ചേർത്ത് അത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്യാം. ഒരുപാട് നേരിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം അത് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് തന്നെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പായസം വേഗം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ടർ ഉരുകിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പം നമ്മളിവിടെ 4 വലിയ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഇളക്കി ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. നല്ല ലൈറ്റ് ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ഇത് മെൽറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. ബട്ടർ തന്നെ ചേർക്കണം എന്നില്ല, നെയ്യാണെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. നമുക്ക് കാരമലൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മുടെ ആ മെൽറ്റായിട്ടുള്ള പഞ്ചസാരയും നമ്മൾ ചേർത്ത വെള്ളവും നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാലിവിടെ നമ്മൾ 2 കവർ പാലാണ് എടുത്തിരിക്കുന്നത്. പാൽ ആഡ് ചെയ്യുമ്പോൾ പാൽ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ലഭിക്കും. നിങ്ങൾ ഇതിനു മുമ്പ് അതേപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ പാൽ തിളപ്പിച്ച് ചേർത്താൽ പായസത്തിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ ലഭിക്കും. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഏലക്കായയുടെ പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നമ്മൾ നന്നായിട്ട് പൊടിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.